തലവൻപിതാവുമായ പ്രിയപ്പെട്ട ഹലഞ്ചേരി വലിയ മെത്രാപ്പൊലീത്ത, പ്രിയങ്കരനായ സെവേറിയോസ് കുര്യാക്കോസ് വലിയ മെത്രാപ്പൊലീത്ത, പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഫോട്ടോസിൻ്റെ സിസ്റ്റ, മറ്റു എല്ലാ അച്ഛന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട പള്ളിക്കാപ്പറമ്പ് പിതാവെ, പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ്, നമുക്ക് അടുത്ത സെഷൻ കൃത്യം 11:35 തുടങ്ങേണ്ടതാണ്. എൻ്റെ കയ്യിൽ 26 കടലാസുണ്ട്. ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചോളാം. നമുക്ക് ഒരു സെഷനും സമയം തെറ്റിപ്പോകരുത്. അങ്ങനെ പോയാൽ പിന്നെ നമുക്ക് എല്ലാം കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ നമുക്ക് അടുത്തത് 11:35 കീനോട്ട് അഡ്രസ്സിലേക്ക് ആൻഡ്രൂസ് അച്ഛൻ ഇറങ്ങും. അതിനു മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കിന്ന് വലിയ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ ദിവസങ്ങളുടെ ഒരു കൂമ്പാരം കൂടിയാണ്. വയലിൽ പിതാവിൻ്റെ ഓർമ്മദിനമാണ്. തോമാസ് ശ്ലീഹായുടെ ഭാരത പ്രവേശന ദിനത്തിൻ്റെ ഓർമ്മയാണ്. ഒപ്പം നമ്മുടെ കൂട്ടത്തിൽ 50 വർഷങ്ങൾ എപ്പിസ്കോപ്പൽ മിനിസ്ട്രി നടത്തി പൂർത്തിയാക്കിയ നമ്മുടെ വലിയ പിതാവ് പള്ളിക്കാപ്പറമ്പിൽ പിതാവുണ്ട്. അതെല്ലാം ഈ അസംബ്ലിയുടെ വലിയ മികവ് എടുത്ത് കാണിക്കുന്നു. വലിയൊരു സദസ്സാണിത്. 243 അംഗങ്ങൾ ഉണ്ട്. ഇവിടെ പ്രൊട്ടോസിൻ്റെ ജോസൻ പറഞ്ഞതുപോലെ വലിയ പഠനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ളൊരു അസംബ്ലിയിലേക്ക് എത്തിയത്. നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത ഇവിടെ വന്നതും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ മാസത്തിൽ പിതാവ് റോമിലായിരുന്നു. റോമിലെ സിനഡിൻ്റെ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പരിശുദ്ധ പിതാവിൻ്റെ ചിന്തകളും കൂടെ പങ്കുവച്ചാണ് പിതാവ് ഇവിടെ സംസാരിച്ചത്. പിതാവ് ദൈവശാസ്ത്രപരമായിട്ടും സഭാവിജ്ഞാനീയപരമായിട്ടും റോമിലെ സിനഡിൻ്റെ ഫിസിക്കലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും എല്ലാം കരുതലോടുകൂടി മനസ്സിൽ കണ്ട് നമ്മളോട് സംസാരിച്ചു. നമ്മളുടെ ഇവിടെ ഉണ്ടായിരിക്കേണ്ട റീ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചും പിതാവ് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. റോമിലെ സിനഡ് ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ പിതാവിൻ്റെ പ്രസംഗം ഒന്ന് കഴിഞ്ഞോട്ടെന്ന് ഓർത്തെങ്കിൽ ഇരുന്നതാണ്. ഈ സൈഡിൽ കാണുന്നതെല്ലാം 16 ഗ്രൂപ്പുകളിലായിട്ട് ഇവരെ ഇരുത്താൻ വേണ്ടിയാണ്. പിതാവ് യുവതീ യുവാക്കന്മാരിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പിതാവ് പലപ്പോഴും പറയാനുള്ള കാര്യമായിരുന്നു. സിനഡിലും ആൻറ്റർപ്രണേഴ്സ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് യൂത്തിന് വേണ്ടി നമ്മൾ അവരിൽ നിക്ഷേപിക്കണം, അവരെ വളർത്തണം, ഓവറായിട്ടുള്ള മൈഗ്രേഷൻ കുറയ്ക്കണം. പരിശുദ്ധ പിതാവിൻ്റെ ചിന്തകൾ നമുക്കിവിടെ അതിമനോഹരമായിട്ട് പിതാവ് അവതരിപ്പിച്ചത് വലിയ സ്നേഹത്തോടെ ഞങ്ങളെല്ലാവരും എടുക്കുകയാണ്. അതുപോലെ സെവേറിയോസ് വലിയ മെത്രാപ്പൊലീത്ത, ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്റ്റുഡൻ്റാണ് അദ്ദേഹം. വലിയ പിതാവിൻ്റെയും എൻ്റെയും. ഇപ്പോൾ അദ്ദേഹം വലിയ ആളാണ്. സ്റ്റുഡൻ്റെന്ന് ഗുരുവിനേക്കാൾ വലിയ ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ നമ്മൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് സെവേറിയോസ് പിതാവിനെയും സഭാതലവനാണ് ഇവിടെ നമ്മൾ കണ്ടതും കേട്ടതും. അദ്ദേഹത്തിൻ്റെ അറിവും ആത്മീയതയും നർമ്മവും ദൈവശാസ്ത്രപരമായിട്ടുള്ള മികവും എല്ലാം ഈ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കി. നമ്മളുടെ ഈ പാർക്കിൽ അസംബ്ലി സഭയുടെ വലിയ മേജർ അസംബ്ലി നടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ രൂപതകളും പാർക്കൽ അസംബ്ലി നടത്തണമെന്ന് പ്രിയപ്പെട്ട വലിയ പിതാവ് ആവശ്യപ്പെട്ടു. അതുകൂടെ പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത്. മേജർ അസംബ്ലിയും ഇവിടെ വെച്ചാണ്. ഓഗസ്റ്റ് മാസം 23, 24, 25 തീയതികളിലാണത് നമ്മുടെ ഇവിടെ വെച്ച് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ രൂപത ലിഖിതമായ ഒരു സ്ഥലമാണ്. വൈദികരുടെ സമൃദ്ധി, അൽമായരുടെ സമൃദ്ധി, നേതാക്കന്മാരുടെ സമൃദ്ധി എല്ലാം നമുക്കുണ്ട്. അൽമായരുടെ സജീവമായ നിര പാലായുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ശ്രീകൃതി തീരി, ജോൺ തീരി, ആർ.വി. തോമസ്, ജോർജ് തോമസ് കുട്ടുകാർപ്പള്ളി തുടങ്ങിയ ഒട്ടനവധി ആളുകൾ. അതുപോലെ ഷെവലിയാർമാരുടെ നിര, ഷെവലിയാർ ബി.സി. ജോർജ്, ഷെവലിയാർ കെ.സി. ചാക്കോ, ഷെവലിയാർ പി.സി. തോമസ് തുടങ്ങിയവർ, സഭാതാരങ്ങൾ ഡോക്ടർ എ.ടി. ദേവിസ്യ, ഡോക്ടർ ശ്രീ തോമസ്, ബഹുമാനപ്പെട്ട ജോൺ കച്ചറമറ്റം സാറ്, അതുപോലെ വൈസ് ചാൻസലർമാരുടെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. എ.ടി. ദേവിസ്യ സാറ്, ശ്രീ തോമസ് സാറ്, ഡോക്ടർ ബാബു സെബാസ്റ്റ്യന്, കവികൾ കട്ടക്കയം ചെറിയാൻ മാപ്പിള, മേരി ബെനിഞ്ഞ സിസ്റ്റർ, പ്രവിധാനം ദേവിസ്യ സാറ്, മന്ത്രിമാർ ടി എ തോമൻ സാറ്, കെ എം മാണി സാറ്,
എൻ.വി. ജോസഫ് സാറ്, മോൻസി ജോസഫ് സാറ് തുടങ്ങിയവർ, അതുപോലെ MLA-മാർ, MP-മാർ, ഗവൺമെൻറ് ചീഫ് വിപ്പ് കൂടിയായിരുന്ന PC ജോർജ് സാറ്, വലിയ ഭൂഖണ്ഡങ്ങളുടെ മെത്രാന്മാരായിരിക്കുന്ന അങ്ങാടിയത്ത് പിതാവ്, ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഇസ്ലാമിക്കൽ പിതാവ്, ഷംഷാബാദിൻ്റെ കൊല്ലംപുറപ്പിൽ പിതാവ്, നമ്മുടെ ഇസ്രായേൽ മെത്രാൻ കൂടിയായിരുന്ന മുരിക്കൻ പിതാവ് തുടങ്ങിയവരുടെ എല്ലാം സാന്നിധ്യം, അതുപോലെ തന്നെ പാല SH കോൺഗ്രിഗേഷൻ, SMS, DL, ST, മർത്താസ്, ലീജിയൻ ഹോം തുടങ്ങിയ ഒട്ടനവധി സമർപ്പിത സമൂഹങ്ങൾക്ക് പ്രവി കൊടുത്ത സ്ഥലമാണ്. വയലിൽ പിതാവിൻ്റെ വലിയ കരുതലാണ് MST. അതിൻ്റെ ചെല്ലാളച്ചൻ ഇവിടെയുണ്ട്. കലാകാലങ്ങളിലുള്ള അതിൻ്റെ ചെല്ലാളച്ചന്മാരെല്ലാം നമ്മുടെ രൂപതക്കാരായ ആണ്. അതുപോലെ പള്ളോട്ടൈൻസ്, ക്ലരീഷ്യൻസ് തുടങ്ങിയ ഒട്ടനവധി വലിയ കോൺഗ്രിഗേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽമാർ നമ്മുടെ രൂപതക്കാരാണ്. സിവിൽ സർവീസ് രംഗത്ത് വളരെ മുമ്പിൽ നിന്നിരുന്ന ടോം ജോസ് IAS, ചീഫ് സെക്രട്ടറി, എയർപോർട്ട് വില്യൻ സാറ്, KV വില്യൻ സാറ് IAS, TK ജോസ് IAS തുടങ്ങിയ ആളുകൾ, മെഡിക്കൽ ഫീൽഡിൽ 100 കണക്കിന് ഡോക്ടേഴ്സ് നമ്മുടെ സെൻട്രൽ പാലായിൽ നിന്ന് തന്നെയുണ്ട്. ജസ്റ്റിസുമാർ, അഡ്വക്കേറ്റ്സ് തുടങ്ങിയ ആളുകൾ, കൃഷി, കച്ചവടം, വൈദ്യം തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, 12 കോളേജുകൾ, അതുപോലെ മറ്റ് ഒരുപാട് സ്കൂളുകൾ, സ്ഥാപനങ്ങൾ എല്ലാം ദൈവം നമ്മെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ നമ്മൾ പലായുടെ ഈ ഒരു 10-30 വർഷം പെട്ടെന്ന് പുറകോട്ട് നോക്കിയാൽ ഇത്രമാത്രം പള്ളികൾ, പാരീഷ് ഹോളുകൾ, പള്ളിക്കൂടങ്ങൾ, സെമിത്തേരി കപ്പേള, വൈദിക മന്ദിരങ്ങൾ, കൽക്കുരിശ്, കൊടിമരം ഒക്കെ പുത്തനാക്കിയതോ പുതുതായിട്ട് പണിതതുമായ അനേകം രൂപതകൾ കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ വൈദികരുടെ വലിയ കഠിനാധ്വാനം എല്ലാം അതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാന കേന്ദ്രിതമായിട്ട് പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ഒരു ആരാധന സമൂഹമാണ്. അതിനു വേണ്ടിയ ഗ്രാൻഡ് യുക്കരിസ്റ്റിക് സ്റ്റഡി ഫോറങ്ങളെല്ലാം, മിഷനെല്ലാം നമ്മൾ നടത്തി. രൂപതയിലുള്ള മുഖ്യ സ്ഥാപനങ്ങളുടെ എല്ലാം ഇൻറ്റേർണൽ ക്വാളിറ്റി ഓഡിറ്റിങ് നമ്മൾ നടത്തി. എല്ലാ ഫൊറോനാകളിലും നമ്മൾ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു. നമുക്ക് 171 ഇടവകൾ, 484 അച്ഛന്മാർ, അതെല്ലാം പ്ലാറ്റിനം ജൂബിലിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് അഭിമാനകരമാണ്. 70,342 കുടുംബങ്ങളുണ്ട്. 3.4 ലക്ഷം അൽമായ സഹോദരങ്ങളുണ്ട്. അതിൽ 1/7 ആളുകൾ നമ്മളുടെ ദളിത് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടതാണ്. ഈ രൂപതയുടെ ഏറ്റവും വലിയ ഒരു ശക്തിയും അതുതന്നെയാണ് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. പാലക്കൽ അസംബ്ലി വലിയ പിതാവും സെവേറിയസ് പിതാവും ഒക്കെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നിച്ച് നടക്കുകയാണ്, കർത്താവിൻ്റെ കൂട്ടത്തിൽ നടക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ സ്വരം കേൾക്കുകയാണ്. ഇവിടെ വലിയ പിതാവ് സൂചിപ്പിച്ച് നമുക്ക് ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. രൂപതയ്ക്കുള്ളിൽ നമുക്ക് 3076 സിസ്റ്റേഴ്സ് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. 46 കോൺഗ്രിഗേഷൻസിൽപ്പെട്ട സിസ്റ്റേഴ്സാണ്. 284 ഭവനങ്ങൾ ഈ സിസ്റ്റേഴ്സിൻ്റെതുണ്ട്. റിലീജിയസ് പ്രൈസ്റ്റ് 169 പേരാണ്. അത് നമുക്ക് 20 കോൺഗ്രിഗേഷൻസിൽപ്പെട്ടതാണ്. അവരുടെ 36 ഹൗസ് നമുക്കുണ്ട്. 136 വൈദിക വിദ്യാർത്ഥികൾ പാലാരൂപതയ്ക്കുണ്ട്. അങ്ങനെ നമ്മളുടെ ഒറ്റ മിനിറ്റ് കൊണ്ട് നോക്കുമ്പോൾ ആ മേഖലയിലെല്ലാം നമുക്ക് വളരെയേറെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റി. പരിശുദ്ധ പിതാവ് റോമിലും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, നമ്മളിതുപോലെ ഒന്നിച്ചു കൂടുമ്പോൾ എക്സ്ക്ലൂഡഡ് ആയിട്ട് നമ്മൾ നിർത്തിയിരുന്ന ആളുകളുടെ സ്വരം നമ്മൾ കേൾക്കണം, ഒന്നിച്ച് നടക്കണം, കൂട്ടത്തിലായിരിക്കണം, ചേർത്ത് നിർത്തണം, ആരെയും നമ്മൾ മാറ്റി നിർത്തരുത്. സിനഡുകളും അസംബ്ലികളും സഭയുടെ ഹൃദയത്തിൽ നിന്നാണ്. എക്സ് കോർദെ എക്ലേസിയെ എന്ന് ദിവ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമതാണ്. സഭയുടെ ഉള്ളിൽ നിന്ന്, സഭയുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യമാണ്. എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള വലിയ പരിശ്രമമാണിത്. എസെക്കിയേൽ 37 അധ്യായത്തിൽ പറയുന്നു, ഒരു വടി എടുത്ത് അതിൽ യൂദായ്ക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ സന്തതിക്കും എന്ന് എഴുതുക. വേറൊരു വടിയെടുത്ത് അതിൽ ജോസഫിനും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ജനം മുഴുവനും എന്ന് എഴുതുക. അതിനുശേഷം ഒന്നായി തീരത്തക്ക വിധം കയ്യിൽ ചേർത്ത് പിടിക്കുക. ഇതാണ് വാസ്തവത്തിൽ അസംബ്ലി അല്ലെങ്കിൽ സിനഡ്. നമ്മുടെ പ്രാദേശിക സഭയിൽ എന്തെല്ലാം ഉണ്ടോ, ആരെല്ലാം ഉണ്ടോ അവരെയെല്ലാം ചേർത്ത്
പിടിക്കാനായിട്ടുള്ള വലിയൊരു പരിശ്രമമാണ്. അതിന് നമുക്ക് റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകണം. പരിശുദ്ധ റൂഹായിൽ നമ്മൾ നവീകരിക്കപ്പെടണം. റോമൻ സിനഡിൻ്റെ പ്രത്യേകതയും ആ രീതിയിലുള്ള വലിയ ഒരു ന്യൂമാറ്റോളജിക്കലായിട്ടുള്ള ഊന്നലായിരുന്നു. നമ്മുടെ മേജർ ആർക്കി അസംബ്ലി തയ്യാറാക്കിയിരിക്കുന്ന സിനഡിൻ്റെ പഠനരേഖയും അതുതന്നെയാണ്. അതെല്ലാം നമ്മൾ വെറുതെ ഒരു കോസ്മെറ്റിക് ചേഞ്ചസിന് വേണ്ടിയല്ല, ഈ പാർട്ടിസിപ്പൻസിൽ നല്ല പരിവർത്തനം ഉണ്ടാകണം. 247 പേരിവിടെ വന്ന് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ വലിയൊരു പന്തക്കുസ്ത ആയിട്ട് മാറണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പതിവ് പോലൊരു മീറ്റിംഗ് കൂടി നമ്മളൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി അങ്ങനെ പോകും. അങ്ങനെ വരാണ്ട് ആത്മാവിൽ നമ്മൾ ഒന്നിക്കണം. ഇന്നത്തെ പരിശുദ്ധ കുർബാനയുടെ സുവിശേഷവും ഈ ചേർത്ത് പിടിക്കൽ തന്നെയായിരുന്നല്ലോ. എത്രയോ പേരുടെ കാര്യമാണ് ലൂക്കായ് 8 മുതലുള്ള 3 തിരുവചനങ്ങളിൽ പറയുന്നത്. സുവിശേഷം അറിയിച്ചുകൊണ്ട് ഈശോ കടന്നുപോയി. 12 പേരും കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദേസിന്റെ കാര്യസ്ഥനായ ഊസായുടെ ഭാര്യ യോവാന്റെയും സൂസന്റെയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന അനേകം സ്ത്രീകളും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഈ അസംബ്ലിയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ വലിയൊരു ചേർത്ത് പിടിക്കൽ ഈ ലൂക്കായ് 8:3 തിരുവചനത്തിൽ എത്രയോ ആളുകളെയാണ് അതിൽ കർത്താവ് ഒന്നിച്ച് വാസ്തവത്തിൽ ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അടിസ്ഥാനപരമായ മാറ്റത്തിലേക്ക് നമ്മൾ വരണം. ഞാൻ അച്ഛന്മാരോടും അമ്മായക്കാരോടും ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും യോക്ക് ആയിട്ട് ഭാരമായിട്ട് കരുതുന്നു. ആത്മാവിൽ നവീകരിക്കപ്പെടണമെന്നുള്ളത് അത് പറ്റാതെ വരുമ്പോൾ നമ്മളതൊരു ജോക്കായിട്ട് എടുത്ത് മാറ്റിക്കളയുകയാണ്. വലിയ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള പല പ്രബോധനങ്ങളും നമ്മൾ ജോക്കായിട്ടും മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളിൽ നിന്നും സഭയുടെ പേരുകളിൽ നിന്നും നമ്മൾ മാറുകയാണ്. അന്ത്യോക്യ പാത്രിയാർക്കീസ് ആയിരുന്ന ഇഗ്നേഷ്യസ് ഓഫ് ലിത്രാക്കിയ അദ്ദേഹം ഒരു സിനഡ് അവിടെ വിളിച്ചു കൂട്ടിയപ്പോൾ നടത്തിയ പ്രാർത്ഥന ഇതായിരുന്നു. ആ പ്രാർത്ഥനയാണ് നിങ്ങളോട് ആയിട്ട് എനിക്കും പറയാനുള്ളത്. വിതൗട്ട് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവില്ലെങ്കിൽ, ഗോഡ് ഈസ് ഫാർ എവേ, ക്രൈസ്റ്റ് സ്റ്റേസ് ഇൻ ദ പാസ്റ്റ്, ഗോസ്പൽ ഈസ് എ ഡെഡ് ലെറ്റർ, ചർച്ച് ഈസ് സിംപ്ലി ആൻ ഓർഗനൈസേഷൻ, അതോറിറ്റി ഈസ് എ മാറ്റർ ഓഫ് domination, liturgy is no more than an invocation, Christian life is a slave morality. But in the Holy Spirit, ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, the cosmos is resurrected, the risen Christ is here, gospel is power of life, church is life of the Trinity, authority is liberating service, mission is Pentecost, liturgy is both memorial and anticipation. അതാണ് നമ്മൾ ആത്മാവിലായിരിക്കുമ്പോഴും വെറുതെ നമ്മൾ വാക്കുകളിൽ മാത്രമായിട്ട് നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ഒക്കെ കൊണ്ടു നടക്കുമ്പോഴുമുള്ള വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് ഈ അസംബ്ലിയെ കാണണം. നല്ല ചിന്തകൾ ഉണ്ടാകണം. ഇവിടെ ഉള്ളവരെല്ലാം ആത്മാവ് കൊണ്ട് നിറഞ്ഞവരായിരിക്കണം. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പിതാവും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. പിശാചുക്കളെ പുറത്താക്കാൻ ശക്തിയില്ലാത്ത ഒരുപാട് അച്ഛന്മാരുള്ള കാലഘട്ടമാണിത്. ബെനഡിക്ട് പിതാവിൻ്റെ വാക്കുകളാണ്. എക്സോർസിസം നമ്മൾ നടത്തുമ്പോഴും പിശാചുക്കൾ പുറത്തു പോകുന്നില്ല. കാരണം നമ്മളുടെ ബ്ലെസ്സിങ്സിന് ശക്തിയില്ലാണ്ടാവുകയാണ്. നമ്മൾ ബ്ലെസ് ചെയ്യുന്നുണ്ട്, പക്ഷെ തിന്മകൾ പടരുകയാണ്. പിശാചുക്കളെ പുറത്താക്കാൻ ശക്തിയില്ലാത്ത എക്സോർസിസംസ് വെറും നാമമാത്രമായ കാര്യമാണ്, അതിൽ കഴമ്പില്ല. അതുകൊണ്ട് നമ്മൾ ഗൗരവതരമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. പരിശുദ്ധ പിതാവ് ഈ നാടുകളിൽ ആഞ്ഞടിച്ച ഒരു കാര്യം ക്ലെരിക്കലിസമാണ്. അച്ഛന്മാരെ കുറിച്ചാണ്. നമ്മൾ കാണിക്കുന്ന മനോഭാവങ്ങളിലുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ക്ലെരിക്കലിസം എന്ന് പറയുന്നത്. അത് ഗൗരവതരമായിട്ട് നമ്മൾ എടുക്കുകയും
അതിനുവേണ്ട തിരുത്തലുകൾ എല്ലാം വരുത്തുകയും ചെയ്യണം എന്ന് പരിശുദ്ധ പിതാവിൻ്റെ നിരന്തരമായ പ്രബോധനം നമ്മൾ മറക്കരുത്. അൽമായരുടെ നിരന്തരമായിട്ടുള്ള പഠനം എല്ലാം ആവശ്യമാണ്. ഈ അടുത്ത നാളിൽ ഞാൻ വായിച്ച ഒരു ദൈവശാസ്ത്രവാക്യം ഇതാണ്: ഇഫ് ദ വേൾഡ് ഗ്രോസ് ടു വേൾഡ്ലി it can be rebuked by the church, but if the church grows too worldly, it cannot be adequately rebuked for the worldliness of the world. സഭയും ഇതുപോലെ സെക്കുലറൈസ് ആയിട്ട് ലോകത്തിൻ്റെതായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കാരെയും കുറ്റപ്പെടുത്താനോ തിരുത്താനോ പിന്നെ അവകാശമില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള അസംബ്ലികളിൽ വരുമ്പോൾ റാഡിക്കലായിട്ടുള്ള ഹൃദയ പരിവർത്തനത്തിലേക്ക് നമ്മൾ വരണം. ഒരു വലിയ ഗ്രന്ഥകാരനെ അടുത്ത നാളിൽ എഴുതി, ഐ നോ യുവർ വർക്ക്സ്, യുവർ അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസസ്, സോഷ്യൽ സർവീസസ്, കോളേജസ് ആൻഡ് സ്കൂൾസ്. അതേ തുടർന്ന് ദെൻ ദെയർ കംസ് എ ബട്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ബട്ട് there is no proper love, there is no proper renewal in the spirit, there is no true orthodoxy in your teaching. അതാണ് ബട്ട്. ഇതെല്ലാം നമുക്കുണ്ടെങ്കിലും ബട്ട് 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 ഇതെല്ലാം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മുടെ ഇനിയും എന്തായാലും ഒരുപാട് നിർദ്ദേശങ്ങൾ വിഷ്യസായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കരിസ്മാത്താക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ എല്ലാം പിന്നിൽ നമ്മളത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള മനസ്സിന് വ്യത്യാസം വരുന്ന മെറ്റനോയിയായുടെ തത്വത്തിലേക്ക് നമ്മൾ തിരിയണം. എങ്കിൽ മാത്രമേ ഇത്തരം അസംബ്ലി കൊണ്ട് സിനഡുകൾ കൊണ്ട് കാര്യമുള്ളൂ. ആ രീതിയിലുള്ള നല്ല ഓറിയൻറ്റേഷൻ, ആത്മാവിൽ നവീകരിക്കപ്പെടുന്ന പിശാചുക്കളെ പുറത്താക്കാൻ ശക്തിയുള്ള അസംബ്ലി പാർട്ടിസിപ്പൻസ് ആയിട്ട് നമ്മൾ പിരിഞ്ഞു പോകണം. എങ്കിലേ അതുകൊണ്ട് അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പിശാചുക്കളെ എല്ലാം കൊണ്ട് വീണ്ടും നമ്മൾ നടക്കും. ഒരു പിശാചും പുറത്തു പോവുകയില്ല. പണ്ഡിത പറഞ്ഞല്ലോ, പണ്ട് പിശാചുക്കൾ കൊമ്പും വാലും കറുത്ത വസ്ത്രങ്ങളുമായിട്ടാണ് വരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ പട്ടാപ്പകലാണ് വരുന്നത്. നല്ല പാട്ടായിട്ട്, നല്ല ചിരിയായിട്ട്, നല്ല സമ്മാനങ്ങളായിട്ട് പിശാച് വരികയാണ്. അതിനെ ഒന്നും പുറത്താക്കാൻ നമുക്ക് ശക്തിയില്ലാതെ വേൾഡിലി ആയിട്ട് ബലഹീനതയുടെ കുമ്പാരമായിട്ട് നമ്മൾ മാറുന്നുവെന്ന് പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറഞ്ഞ കാര്യവും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. എനിക്ക് ഇടയ്ക്ക് സമയം കിട്ടിയെങ്കിൽ ഞാൻ ഇനി സംസാരിച്ചോളാം. നമ്മളുടെ കൃത്യസമയം പാലിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വലിയ രണ്ട് പിതാക്കന്മാരുടെ സാന്നിധ്യം ഒരിക്കൽ കൂടെ നമുക്ക് വലിയ സന്തോഷമായി. അതൊരു റിവർ ഓഫ് കമ്മ്യൂണിയൻ ആയിട്ട് ഇവിടെ വന്നു. അവരുടെ വാക്കുകൾ നമ്മുടെ വലിയ പിതാവിൻ്റെയും ജ്ഞാനായ വലിയ മെത്രാപ്പോലീത്തായുടെയും വാക്കുകൾ ഈ സിനഡിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മളെ കറക്റ്റ് ഓറിയൻറ്റിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ്. ഗിവിങ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ ടു ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ പീപ്പിൾ എന്ന് പറയുന്നത് ഓറിയൻറ്റിൽ നിർത്തുക, കിഴക്കോട്ട് ദർശനമായിട്ട് നിർത്തുക, സ്വർഗത്തെ ലക്ഷ്യമാക്കി നിൽക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടെ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിന് പ്രത്യേകം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.